നമസ്കാരം. വായ്ത്താരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായ്ത്താരി ഒരുവിധം പാകപ്പിഴകൾ ഇല്ലാതെ പോകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചെറിയ പിഴവുകളുണ്ടെങ്കിലും അതിലേറെ വലിയ കാര്യങ്ങളുണ്ട് എന്ന് ചിലർ ബോധിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെയായാലും ഇത്തരം പരിചയപ്പെടുത്തലുകൾ വായ്ത്താരിയിലൂടെ ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന ഒരു പൊതു അഭിപ്രായം കിട്ടിയതിൽ സന്തോഷമുണ്ട്. എങ്ങനെയാലും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കലാമണ്ഡലം രാധാകൃഷ്ണൻ എന്ന കൊല്ലം സ്വദേശിയായ ഈ രാധാകൃഷ്ണനെ ആണ്. അദ്ദേഹം കലാമണ്ഡലത്തിൽ പഠിച്ച വിദഗ്ധമായി അഭ്യസനം പൂർത്തിയാക്കിയ കലാകാരനാണ്. കൊല്ലം സ്വദേശിയായ അദ്ദേഹത്തിന് ആ ഭാഗങ്ങളിൽ നിരവധി എന്ന് പറഞ്ഞാൽ ദിവസേന എന്ന് പറഞ്ഞതുപോലെ ഒരരങ്ങിൽ നിന്ന് മറ്റൊരരങ്ങിലേക്ക് കൊട്ടാൻ പോകുന്ന കലാകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നിരവധി ആചാര്യന്മാരുടെ പഴയ കലാചാര്യന്മാർ മുതൽ പുതിയ കലാകാരന്മാരോടൊപ്പം പ്രവർത്തിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഈ രാധാകൃഷ്ണൻ ഉണ്ടായിട്ടുണ്ട്. അരങ്ങിൽ വളരെ ഉത്സാഹിയായ കലാകാരനാണ്. മറ്റെല്ലാവർക്കും ഒരുപക്ഷെ പ്രചോദനം നൽകുന്ന കലാകാരൻ കൂടിയാണ് രാധാകൃഷ്ണൻ. അദ്ദേഹം കലാമണ്ഡലത്തിൽ ചെണ്ട അഭ്യസിച്ചു ഈ കഥകളി അരങ്ങിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ജോലി എന്നത് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ അല്ലെങ്കിൽ അടിയന്തര ചുമതലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ധാരാളം സാധ്യത ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ ജോലിയായിരുന്നു അദ്ദേഹത്തിന് എന്നർത്ഥം. നാവായിക്കുളം ഭാഗത്തൊക്കെ ഞങ്ങൾ കളിക്ക് പോകുമ്പോൾ സ്ഥിരമായി അദ്ദേഹത്തെ അവിടെ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളിലും അമ്പലത്തിൻ്റെ ചടങ്ങുകളിലും കാണാറുണ്ട്. എങ്ങനെയും നല്ല ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യുത്സാഹിയായ ഒരു കലാകാരൻ, നല്ല ഒരു മനുഷ്യൻ, നല്ലൊരു വ്യക്തി, പിന്നെ പഴയകാല ആശാന്മാരുടെ കീഴിൽ പഠിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ ഈ രാധാകൃഷ്ണൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാനുണ്ട്. അത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് നാവായിക്കുളത്ത് തന്നെ സ്വദേശിയായ മഹേശൻ ഒരുപക്ഷെ ഫേസ്ബുക്കിലൊക്കെ ധാരാളം ചിരപരിചിതനാണ്. അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ വളരെ നിഷ്കർഷയോടുകൂടി വളരെ വിശദമായി സംസാരിക്കുന്നതിനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനും ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് മഹേശൻ. ഞാൻ ഒരുപക്ഷെ അത്തരത്തിലല്ല അറിയുന്നത്. കഥകളി അരങ്ങുകളിൽ അല്ലെങ്കിൽ കഥകളി നടക്കുന്ന സ്ഥലത്ത് കഥകളിയെ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ വരുന്ന ഒരു ആസ്വാദകനായിട്ടാണ് മഹേശനെ ഞാൻ ആദ്യകാലം മുതൽ അറിയുന്നത്. അത് ആ സൗഹൃദം ഇക്കാലം വരെയും ഉണ്ട് താനും. ഞാൻ തെക്കൻ ഭാഗത്ത് എവിടെയെങ്കിലും കളിക്ക് പോകുമ്പോൾ മിക്കവാറും അദ്ദേഹം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല അടുത്ത കാലത്തായിട്ട് വടക്കൻ ഭാഗത്ത് അദ്ദേഹം കളികൾ കാണുന്നതിനും ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനും വളരെ താല്പര്യത്തോടുകൂടി ഇവിടെ എത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ ഈ രാധാകൃഷ്ണൻ്റെയും മഹേഷിനുമായി ഒന്നിച്ചുള്ള സംസാരം ഈ മഹേഷിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്കതിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം അത്ഭുതകരമായ ഒരു വസ്തു ഉണ്ടായിട്ടുണ്ടോ സംശയമാണ്. എനിക്കത് നമ്മൾ പല സ്ഥാപനങ്ങളിലും ലൈബ്രറി പുസ്തകശേഖരം അല്ലെങ്കിൽ ലൈബ്രറി എന്ന നിലയ്ക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ അത്ഭുതകരമായ ഒരു വസ്തുത അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിൽ ഒരു ഹാള് പോലെയുള്ള സ്ഥലത്ത് ഒരു പുസ്തക ലോകം തന്നെ
അദ്ദേഹം അവിടെ ശേഖരിച്ചിട്ടുണ്ട്. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷേ അത് താൻ ശേഖരിച്ച ഒരു ശാലയിൽ കൂടിയാണ് വായിക്കുന്നത് എന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഇനി ഇതിലേറെ ഒരു പക്ഷേ ഉള്ള ഗ്രഹങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ കാഴ്ചയിൽ ഇത് ആദ്യത്തേതാണ് എന്നുള്ളത് കൊണ്ട് വളരെയധികം സന്തോഷവും അതെൻ്റെ സുഹൃത്തുമാണ് എന്നുള്ളത് കൊണ്ട് വളരെയധികം കൃതാർത്ഥതയും ഉണ്ട്. എങ്ങനെയും ആ മഹേശനാണ് ഇന്ന് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. ഈ രാധാകൃഷ്ണനുമായി വ്യക്തിപരമായി ധാരാളം അടുപ്പവും പരിചയവുമുള്ള കലാകാരനാണ്. കഥകളിയുമായി ധാരാളം അറിവുള്ള ആസ്വാദകനാണ് എന്നതിലേക്കൊക്കെ മഹേശനെ ഇതിലേക്ക് ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എങ്ങനെയും ഇവരുടെ മഹേഷിൻ്റെ ചോദ്യത്തിന് രാധാകൃഷ്ണൻ മറുപടി പറയുന്ന ഈ വായ്ത്താരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സ്വാഗതം. കഥകളി മേള കലാകാരന്മാരെ കുറിച്ചുള്ള ഈ ഡോക്യുമെൻ്ററിയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത കഥകളി ചെണ്ട വിദഗ്ധനായ കലാമണ്ഡലം രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും കലാജീവിതത്തെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. നമസ്കാരം. നമസ്തേ സാർ. നമുക്ക് രാധാകൃഷ്ണൻ്റെ ബാല്യകാലം തൊട്ട് തുടങ്ങാം. രാധാകൃഷ്ണൻ്റെ ബാല്യം എങ്ങനെയായിരുന്നു? സാർ, എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എൻ്റെ പൂർവികരെല്ലാം തന്നെ അച്ഛനുൾപ്പെടെ ക്ഷേത്ര അടിയന്തര വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ നടക്കാറായ കാലം മുതൽ തന്നെ അവർ വാദ്യം പ്രകടിപ്പിക്കുന്ന ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുവാനും അത് കേൾക്കുവാനും അവരോടൊപ്പം പങ്കിടുന്ന ഉന്നതന്മാരായ കലാകാരന്മാരുടെ കൊട്ടുകൾ കേൾക്കാനൊക്കെ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ അവരുടെ കൊട്ട് കേട്ട് ഞാൻ കൊട്ട് പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. പ്രാഥമിക വിദ്യാഭ്യാസം ഏതുവരെ ഉണ്ടായിരുന്നു? ഞാൻ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ 3 ദിവസം മാത്രമേ പോയിട്ടുള്ളൂ. അതിനുശേഷം TC മേടിച്ച് കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായി ചേരുകയാണ് ഉണ്ടായത്. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കലാമണ്ഡലത്തിലേക്ക് പോകുന്നത്. അതെ. ഈ ആദ്യം കണ്ട കഥകളി ഏതാണ്? കഥകളി ആദ്യം കണ്ടത് ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു സംശയവും വേണ്ട. നാവായിക്കുളം ശങ്കരനാരായണ സ്വാമിയുടെ തിരുമുറ്റത്ത് ആണ്ടുതോറും നടക്കുന്ന അതിഗംഭീരമായ കഥകൾ തന്നെയാണ് കണ്ടത്. കാര്യം എൻ്റെ അമ്മയുടെ സ്ഥലം നാവായിക്കുളമാണ്. അപ്പോൾ ഈ നാവായിക്കുളത്തെ 10 ദിവസത്തെ ഉത്സവം നമ്മുടെ കുടുംബത്തിലെ ഉത്സവം പോലെയാണ്. അപ്പോൾ ഈ 10 ദിവസവും നാവായിക്കുളത്ത് വന്ന് താമസിച്ച് അവിടുത്തെ അടിയന്തരങ്ങളും ക്ഷേത്രകലകളും കാണുക എന്നുള്ളതാണ്. അപ്പോൾ നാവായിക്കുളത്തെ കഥകളി തന്നെയാണ് എനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ കണ്ടു തുടങ്ങിയത്. ആദ്യം കേൾക്കുന്ന മേളം ആരുടേതാണ്? അന്ന് ഇന്നയാളാണ് കൊട്ടുന്നതെന്നൊക്കെ അച്ഛനൊക്കെ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അന്ന് നാവായിക്കുളത്തെ സ്ഥിരം കൊട്ടുകാർ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പോളാശാനും വാരണാസി മാധവ നമ്പൂരിയാശാനുമാണ് സ്ഥിരമായിട്ട് വരുന്നത്. അവരോടൊപ്പം അപ്പുട്ടി പോളാശാൻ വാരണാസി സഹോദരൻ എന്ന് പറയുന്ന വാരണാസി വിഷ്ണു നമ്പൂരി അദ്ദേഹമാണ് വരുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞാണ് എനിക്ക് വ്യക്തമായിട്ട് ഇവരെയൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവരുടെ കൊട്ട് തന്നെയാണ് ആദ്യം കേൾക്കുന്നത്. അപ്പോൾ രാധാകൃഷ്ണൻ പുതുവാളാശാനൊക്കെ വന്ന് ഉറങ്ങിയപ്പോൾ മുതലാണ് നാവായിക്കുളത്ത് അത്രേ എനിക്ക് അറിവുള്ളൂ. അത് ശരി. അപ്പോൾ ഞങ്ങളൊക്കെ കഥകളിയിൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് രാധാകൃഷ്ണൻ അതിൽ പ്രേക്ഷകനായി എത്തുന്നത്. കാരണം പുതുവാളാശാനെയൊക്കെ ആദ്യം വിളിക്കുന്നത് ഞാനും ശ്രീകുമാറുമാണ് അതിൻ്റെ രീതിയിൽ. ഈ കലാമണ്ഡല ഈ ചെണ്ട തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ്? അത് എൻ്റെ പൂർവ്വജന്മ സുഹൃതം എന്ന് പറയുന്നതായിരിക്കും ശരി. ചെണ്ടയോടാണ് എനിക്ക് കുട്ടിക്കാലം മുതലേ താല്പര്യം എന്ന് വിചാരിച്ച് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ വാദ്യങ്ങളും ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ കൈകാര്യം ചെയ്യുകയും ക്ഷേത്ര അടിയന്തരങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള അടിയന്തരങ്ങൾ മുതൽ ഏറ്റവും ചെറിയ അടിയന്തരങ്ങൾ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നു കൂടി പറഞ്ഞാൽ എനിക്ക് ജോലി തന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ക്ഷേത്ര ജീവനക്കാരനായിരുന്നു ഞാൻ. 36 വർഷം ക്ഷേത്രം തന്നെയായിരുന്നു എൻ്റെ ജീവിതമാർഗവും ഒക്കെ. അച്ഛൻ വാദ്യകലാകാരനാണെന്ന് പറഞ്ഞു. അച്ഛൻ ഏത് വാദ്യമാണ് കൈകാര്യം? അച്ഛൻ ക്ഷേത്ര അടിയന്തരത്തിനുള്ള വാദ്യങ്ങൾ മാത്രം, തിമില, വീക്ക്, ചെണ്ട അങ്ങനത്തെ ഉള്ള മാത്രമേ. അച്ഛൻ ചെണ്ട കൊട്ടുകമായിരുന്നില്ല. അപ്പോൾ കലാമണ്ഡലത്തിലേക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം യാത്രയായി. അതെ. അപ്പോൾ കലാമണ്ഡലത്തിലെ അനുഭവം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ചെല്ലുമ്പം എങ്ങനെയായിരുന്നു? കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിന് പോയ ഭാഗം മുതൽ വേണമെങ്കിൽ പറയുന്നതായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നുന്നു.
ആ കലാമണ്ഡലത്തിൽ ഇങ്ങനെ അപേക്ഷ കൊടുക്കണം എന്ന് തോന്നുവാൻ തന്നെ കാര്യം അതിൻ്റെ പ്രേരണ വാരണാസി മാധവൻ നമ്പൂരി ആശാനാണ്. അദ്ദേഹം പോയൽക്കുറിയിൽ പൈവേലി ഒരു മാടന്നടയുണ്ട്. അവിടെ ഒരു കഥകളിക്ക് വരുന്ന സമയത്ത് അന്ന് ഞാൻ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ചെണ്ടയൊക്കെ കുറച്ച് കൊട്ടുന്ന സമയമാണ്. അപ്പോൾ അവിടെ പോയി അദ്ദേഹത്തിനെ കാണുകയും അന്നത്തെ എൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് ഇവനെ കലാമണ്ഡലത്തിൽ അപേക്ഷ കൊടുത്തൂടെ എന്ന് ചോദിക്കുകയും അന്ന് പോയൽക്കുറിയിൽ ദേവദാസ് സാർ എന്ന് പറയുന്ന കലാഭാരതിയുടെ ചെയർമാനായിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണ അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹവും കൂടെ പറഞ്ഞിട്ട് അങ്ങനെ അപേക്ഷ കൊടുക്കുകയും കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ നാട് വിട്ട് ഇത്രയും ദൂരത്ത് ആദ്യമായിട്ട് പോകുന്ന ഒരു അവസരമാണത്. മഹാന്മാരായ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നു. പൊതുവാളാശൻ നവായക്കളത്ത് വന്ന് കൊട്ടുന്നത് കണ്ടതുകൊണ്ട് പൊതുവാളാശനാണ് ഒരാൾ എന്ന് എനിക്കറിയാം. അദ്ദേഹം ചെന്നു ഇൻ്റർവ്യൂവിന് ഇരുന്ന് കൊട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊട്ടുന്നതിന് മുമ്പ് തന്നെ ഗുരുകാരണവന്മാരുടെ കൃപ കൊണ്ട് ചെണ്ട ഇങ്ങനെ തൊട്ട് തൊഴുതു. അപ്പോൾ തന്നെ എനിക്ക് മാർക്ക് വീണ് കഴിഞ്ഞു. എന്തായാലും എന്നെ കലാമണ്ഡലത്തിലേക്ക് നിയമിച്ചു. 1980 ഞാൻ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത്. അപ്പോൾ അവിടെ കൊട്ടാൻ പറഞ്ഞു. അപ്പോൾ ചെണ്ടയുടെ പ്രാഥമിക പാഠങ്ങൾ ഇവിടെ നിന്നേ പഠിച്ചിട്ടാണ് പോയത്. ഇവിടെ ആരായിരുന്നു ആശാൻ? ഇവിടെ എന്നെ ആദ്യം പഠിപ്പിക്കുന്നത് അന്ന് തെക്കൻ നാട്ടിലെ ഒരു മേളപ്രമാണിയായിരുന്ന മടവൂർ കുഞ്ഞികൃഷ്ണ പണിക്കർ എന്ന് പറഞ്ഞ ഒരു നമ്മളെ തെക്കൻ സമ്പ്രദായത്തിലെ ഒരു കൊട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ ആദ്യം പാടക്കൈ മുതൽ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാനൊരു 2 വർഷം പഠിച്ചു. അന്ന് എനിക്ക് 8 വയസ്സും പ്രായമേ ഉള്ളൂ. പഠിച്ചു. ഒരു 10ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ എൻ്റെ വലിയച്ഛൻ തന്നെ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ തന്നെ ഒരു വേലുക്കുട്ടിമാരാനുണ്ടായിരുന്നു. ഒരുപക്ഷെ സാറിന് അറിവുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കീഴിൽ പിന്നെ ക്ഷേത്ര അടിയന്തരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കാനും കൊട്ട് കുറച്ചുകൂടെ പൂർവാധികം തെക്കൻ സമ്പ്രദായമാണ് പഠിക്കാനൊക്കെ മേളമാണ്. കഥകളി മേളമല്ല, സാധാരണ മേളങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ചെണ്ടയിൽ ഒരുവിധം ചെണ്ടയുടെ പ്രാഥമിക പാഠങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് കലാമണ്ഡലത്തിൽ ചെല്ലുന്നത്. അതെ, തെക്കൻ സമ്പ്രദായത്തിനനുസരിച്ചുള്ള മേളങ്ങൾ പഠിച്ചതിന് ശേഷമാണ് കഥകളി മേളം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കലാമണ്ഡലത്തിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ കലാമണ്ഡലത്തിലെ കളരി അനുഭവം എങ്ങനെയാണ്? ആദ്യ ആശാന്മാരൊക്കെ ആയിരുന്നു? എൻ്റെ ഗുരുനാഥന്മാർ അന്ന് ഞാൻ കലാമണ്ഡലത്തിൽ ചെല്ലുമ്പോൾ 4 പേരാണുള്ളത്. കലാമണ്ഡലം കൃഷ്ണകുട്ടിപ്പോളാശാനും ചന്ദ്രമന്നാടിയരാശാനും അച്ഛനുപ്പോളാശാനും വാരണാസി മാധവൻ നമ്പൂരി ആശാനും. ഇവരൊക്കെ ടൂർ പോകുന്ന സമയത്താണ് ബലരാമാശൻ പകരക്കാരനായിട്ട് വരികയും ആ അവസരത്തിൽ അങ്ങനെ പതിവുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഗുരുനാഥൻ, കളരി ഗുരുനാഥൻ എന്ന് പറയുന്നത് അച്ഛനുപ്പോളാശാൻ തന്നെയാണ്. തുടങ്ങി വെച്ചത് പുതുവാളാശൻ ആണെങ്കിലും കളരിയിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത് അച്ഛനുപ്പോളാശനാണ്. അച്ഛനുപ്പോളാശൻ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കുന്നത് മൊത്തം പഠിപ്പിക്കുന്നത്. പക്ഷേ പലപ്പോഴും പേര് വരുന്ന എന്നുള്ള രീതിയിൽ അച്ഛനുപ്പോളാശൻ പറഞ്ഞിട്ടുണ്ട്. ആശാന്റെ ജീവചരിത്രം ഇറങ്ങി ഞാൻ വാങ്ങിച്ച് വായിക്കാൻ. അത് ഞാനെന്നുള്ളതല്ല, അവിടെ വരുന്ന പുതിയതായിട്ട് വരുന്ന കുട്ടികളെ മുഴുവൻ അതിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത് അച്ഛനുപ്പോളാശൻ തന്നെയാണ്. ആശാന്റെ ജീവചരിത്രം ഈ അടുത്ത കാലത്ത് ഇറങ്ങി. ആനന്ദ് എനിക്ക് അയച്ചു തന്നു. ഞാൻ ഇവിടെ വായിച്ചില്ല, വായിക്കാൻ വെച്ചിരിക്കുക. അപ്പോഴേ അവിടെ അച്ചുണ്ണി പുതുവാളാശാൻ്റെ കളരിയിൽ നിന്ന് പിന്നെ ഞാൻ കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ പിന്നെ 2 സമ്പ്രദായത്തിലും, അതായത് തെക്കൻ വടക്കൻ സമ്പ്രദായത്തിൽ കുട്ടികളെ എടുക്കുന്ന സമയത്ത് ഞാൻ തെക്കൻ കളരിയിലെ വിദ്യാർത്ഥിയായിട്ടാണ് കലാമണ്ഡലത്തിൽ എന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ചൊല്ലിയാട്ടം മുഴുവൻ തെക്കൻ കളരിയിലായിരുന്നു കൂടുതലും. അത് വാരണാസീശ്വരൻ്റെ മേൽനോട്ടത്തിൽ തെക്കൻ കളരിയിലാണ് കൂടുതലും പോകുന്നത്. അന്ന് മങ്കമ്പ് ശിവശങ്കരപിള്ളാശാനും കലാമണ്ഡലം രാജശേഖരൻ ആശാനൊക്കെ അവിടെ അധ്യാപകരായിരിക്കുന്ന സമയമാണ്. മങ്കമ്പാശാൻ്റെ കളരിയിലാണ് സ്ഥിരം ചൊല്ലിയാട്ടം. അങ്ങനെ അത് കഴിഞ്ഞു ഒരു അവസാനത്തെ വർഷം എല്ലാം കൃഷ്ണകുട്ടിപ്പോളാശൻ്റെ അടുത്തായിരുന്നു. അപ്പം ആശാൻ്റെ അടുത്ത് കളരിയിലിരിക്കുക, പിന്നെ ആശാന് സഹായത്തിനായിട്ട് കളികൾക്കൊക്കെ ചെണ്ടയായിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട്. ഒത്തിരി കാലം എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, ഇവിടുന്ന് മേളത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ പഠിച്ചിട്ടാണല്ലോ കലാമണ്ഡലത്തിൽ ചെല്ലുന്നത്. അതെ അതെ. അപ്പോഴേ ഇവിടെ ഈ തെക്കൻ സമ്പ്രദായത്തിൽ പഠിച്ചതും അവിടെ പഠിച്ചതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറയാമോ? ഒരുപാട് അന്തരമുണ്ട്. ആ വായിത്യാരി പറയുന്നതിന് തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ തെക്കൻ കളരിയിൽ ഗണപതിക്കായി പഠിച്ചത് തന്നെ അവിടെ ചെല്ലുമ്പോൾ നേരെ വിപരീതമായിട്ടാണ്. കൊട്ടുമ്പോൾ വലിപ്പം ഒന്ന് തന്നെയാണെങ്കിലും കൊട്ടുന്ന രൂപത്തിനും ചൊല്ലുന്ന വായിത്താരിക്കും വ്യത്യാസമുണ്ട്. ഇവിടെ
കിടതകിത തക്കിട കിടതകിത കിടതകിത കൂതി കൂത കിട്ടേം തക്കിട കിടതകിത എന്നാണ് ഇവിടെ ഗണപതി പാഠം പഠിച്ചേക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഗീക്കാം നഗതരകാം ദിരികിടത്തേക്ക് തരകാം നഗതരക ഡേക്കണക ഡേം ദിരികിടത്തേക്ക് തരകാം. പക്ഷെ വലിപ്പം ഒന്ന് തന്നെയാണ്. കൊട്ടുമ്പോഴും കൊട്ടുന്ന സമ്പ്രദായത്തിനും നല്ല വ്യത്യാസം. അതിൻ്റെ വായ്ത്താരിയിൽ തന്നെ വ്യത്യാസമുണ്ട്. പക്ഷേ ദൈർഘ്യം തുല്യമാണ്. അപ്പോൾ അത് അരങ്ങിൽ പ്രയോഗിക്കുമ്പോഴത്തേക്ക് മറ്റ് ഈ ഇതിൻ്റെ പാട്ട് ആ ഘടകങ്ങളൊക്കെ ഒത്തുവരും. ബാക്കിയെല്ലാം ഒത്തു നീളം എല്ലാം ഒരുപോലെ. രണ്ട് പേര് ചേർന്ന് രണ്ടും കൂടി കൊട്ടിയാലും അവസാനിക്കുന്നത് ഒരുമിച്ചായിരിക്കും. പക്ഷെ കൊട്ടുന്ന രൂപത്തിന് നല്ല വ്യത്യാസമുണ്ട്. അത് ശരി. അപ്പോൾ അവിടെ ഈ തെക്കൻ കളരിയിൽ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, മറ്റേ മങ്കമ്പാശാൻ ആയിരുന്നപ്പോൾ അവിടെ ഏതെല്ലാം കഥകൾക്ക് പ്രാധാന്യം നൽകിയാണ് അവിടെ പഠിപ്പിച്ചത്? അവിടുത്തെ അടിസ്ഥാന തെക്കൻ കളരി കഥ എന്ന് പറയുന്നത് രുക്മിണീസ്വയംവരം. അപ്പോൾ ആദ്യം ചൊല്ലിയാടി പഠിക്കേണ്ട കുട്ടികളെ രുക്മിണീസ്വയംവരമാണ്. അവിടുത്തെ അരങ്ങേറ്റ കഥയെന്ന് പറയുന്നത് രുക്മിണീസ്വയംവരമാണ്. അപ്പോൾ രുക്മിണീസ്വയംവരത്തിൻ്റെ ഭാഗങ്ങൾ മിക്കവാറും കുട്ടികൾ ചൊല്ലിയാടാനുണ്ടാവും. അത് കഴിഞ്ഞ ഉടനെ പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരാസ്വയംവരം അങ്ങനെ തുടങ്ങി കത്തിവേഷ പ്രാധാന്യങ്ങളായ കഥകളാണ് മങ്കമ്പാശാൻ. ബാണയുദ്ധം എൻ്റെ അറിവിൽ ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ചൊല്ലിയാടിയിട്ടില്ല. അതായത് ഈ തെക്കൻകാർ ഈ അവർ അവിടെ രാവണോത്ഭവം പോലെ ഈ ബാണയുദ്ധമാണ് അവര് ഒരു മേളപ്രധാനമായ ഒരു കഥയായിട്ട് കലാമണ്ഡലത്തിൽ ചൊല്ലിയാടിയിട്ടില്ലെങ്കിലും അനവധി വേദികളിൽ മടവൂരാശന്റെയും ഒക്കെ ഇങ്ങേറ്റവും ഇപ്പോഴത്തെ തലമുറയിൽ രവികുമാറിന്റെ അടക്കം ഒത്തിരി കൊട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ കലാമണ്ഡലത്തിലെ കാര്യം ചോദിക്കാൻ കാര്യം ഈ ബാണയുദ്ധത്തിന് തെക്കൻ സമ്പ്രദായത്തിലെ ഒരു അമിത പ്രാധാന്യം കൊടുത്ത് കണ്ടിട്ടുണ്ട്. അതിലെ ഗോപുരത്തിന്റെ ആട്ടങ്ങളും വർണ്ണനയൊക്കെ ആയിട്ടുള്ളത് അത് പ്രത്യേക ഒരു പ്രാധാന്യം കൊടുത്ത് മടവൂരാശാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മേളത്തിനൊക്കെ പ്രാധാന്യമുള്ള ഒരു കഥയായിട്ട്. അതുകൊണ്ടാണ് അത് അവിടെ തെക്കൻ കളരിയിൽ ചൊല്ലി അടിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചത്. നമ്മുടെ കാലത്ത് അത് ഉണ്ടായിട്ടില്ല. അപ്പോഴേ ഈ ശൈലി വ്യത്യാസം പ്രകടമാവുമെങ്കിലും അരങ്ങിൽ അത് അനുഭവപ്പെടില്ല. അരങ്ങിൽ അനുഭവപ്പെടും, തീർച്ചയായിട്ടും അനുഭവപ്പെടും. അത് അറിയാവുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതിപ്പോൾ ഈ നിങ്ങൾക്കുള്ള ഒരു ഭാഗ്യം കൃഷ്ണൻകുട്ടി പുതുവളാശാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ആശാന ബസ് കയറ്റിയിടാൻ നിൽക്കുമ്പോൾ ആശാൻ പറഞ്ഞിട്ട് ഇടൂ, ഈ കഥകളിയിൽ ഒട്ടും ജനകീയമല്ലാത്ത ഒരു കാര്യം ഈ മേളമാണ്. ഞങ്ങളുടെ പ്രയോഗങ്ങളൊന്നും അതിൻ്റെ സൂക്ഷ്മതയിൽ തിരിച്ചറിയാൻ തക്ക ആസ്വാദകർ അതിൽ 1% പോലും കാണില്ല എന്ന് കൃഷ്ണൻകുട്ടി പുതുവളാശാൻ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേളക്കാർക്ക് അതിപ്പം ഈ കഥകളിയിൽ തന്നെ അതിലെ ഏറ്റവും ജനകീയ അംശം പാട്ടാണ്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നാൽ പേര് ഞങ്ങളെ പോലെ സംബന്ധിച്ച് തന്നെ അതിൻ്റെ സാഹിത്യം അറിയാം. അതായത് സാഹിത്യം അറിയാം, പിന്നെ മുദ്രകൾ അറിയാം. അരങ്ങിൽ എന്താണ് നടക്കണമെന്ന് അറിയാൻ അല്ലാതെ അതിൻ്റെ ഈ മേളത്തിൽ അതിൻ്റെ എണ്ണങ്ങൾ അതിൻ്റെ സൂക്ഷ്മതയും മനസ്സിലാക്കാൻ കഴിവുള്ള പ്രേക്ഷകർ വളരെ കുറവായിരിക്കും. അത് കുറച്ച് മേളം പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് കൃഷ്ണൻകുട്ടി പുതുവളാശാനാണ് എന്നോട് പറഞ്ഞത്. അതായത് ഈ മേളക്കാർക്ക് ഈ പാട്ടുകാർക്കോ മറ്റ് നടന്മാർക്കോ കിട്ടുന്ന ഒരു പ്രാധാന്യം പലരും ഈ മേളക്കാർക്ക് കൊടുക്കാറില്ല. അത് ആശാൻ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പുതുവളാശാൻ കാര്യത്തിൽ എന്നോട് കുറച്ച് സന്തോഷം കൂടുതലുണ്ടായിരുന്നു. കാര്യം ഞാൻ തെക്കനും വടക്കനും പഠിച്ചിട്ടുള്ളൊരു കുട്ടിയായതുകൊണ്ടും ഒരിക്കൽ പരീക്ഷയ്ക്ക് അത് ആശാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ 4ാമത്തെ വർഷം പരീക്ഷ നടക്കുന്ന സമയത്ത് കോട്ടയ്ക്കൽ കുട്ടമാരാശാനാണ് പരീക്ഷയുടെ ജഡ്ജിയായിട്ട് വന്നത്. അങ്ങനെ അഷ്ടകലാശം താളം പിടിച്ച് പറയാൻ പറഞ്ഞപ്പം എന്തോ എനിക്ക് അപ്പോഴ് ഗുരുനാഥന്മാരുടെ കൃപ കൊണ്ട് തോന്നിയതാണോ ഞാൻ ആശാനെ തെക്കൻ വേണോ വടക്കൻ വേണോ എന്ന് ചോദിച്ചു. പുതുവളാശൻ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടമാരാശൻ ചോദിച്ചു, എന്താ ഈ കുട്ടി പറയണത്? അവന് രണ്ടും പറ്റും, അത് അവൻ എങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല വടക്കം പറഞ്ഞാൽ മതി എന്ന് ആശൻ പറയുകയും ഞാൻ ചൊല്ലി രണ്ടെണ്ണം പറഞ്ഞപ്പോൾ തന്നെ മതിയെന്ന് പറയുകയും ചെയ്തു. കൈകൊണ്ട് താളം പിടിച്ച് വാ കൊണ്ട് പറയുന്നതാണ് പറയുക എന്നുള്ളത്. അങ്ങനെ രണ്ടെണ്ണം പറഞ്ഞപ്പോൾ തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ളൊരു ഭാഗ്യം എനിക്ക് അവരുടെ കൃപ കൊണ്ടുണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഏത് വർഷമാണ് കലാമണ്ഡലത്തിൽ നിന്ന്? 85 കോഴ്സ് കഴിഞ്ഞ് പുറത്തു വന്നു. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെയും ഈ നിമിഷം വരെയും കഥകളി രംഗവുമായിട്ട്
എൻ്റെ ജോലി സംബന്ധമായിട്ടും യാതൊരു വിഘ്നങ്ങളും കൂടാതെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അരങ്ങനുഭവങ്ങളെക്കുറിച്ച് ഞാൻ കൃഷ്ണൻകുട്ടി കുതോളാശാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെണ്ടയില്ലാത്ത കഥകളി എന്ന് പറയുന്നത് തിരമാലയില്ലാത്ത സമുദ്രം പോലെയാണ്. അതെ. അപ്പോൾ അരങ്ങിൻ്റെ ഓളം എന്ന് പറയുന്നത് ചെണ്ട തന്നെയാണ്. അപ്പോൾ രാധാകൃഷ്ണന് അരങ്ങനുഭവം, രാധാകൃഷ്ണൻ പ്രാധാന്യം കൊടുക്കുന്നത് ആ അരങ്ങിൻ്റെ ഭാവത്തിനാണോ, നടന പ്രകടനത്തിനാണോ, അതോ നിൽക്കുന്ന വ്യക്തിയെ അനുസരിച്ചാണോ കൂട്ടുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ ഞാനായിട്ട് തന്നെ എൻ്റെ അനുഭവം കൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാമത് ഈ കഥ വായിച്ചു പഠിക്കുന്നത് എൻ്റെ ഒരു ഗുരുത്വമാണ്. ഞാൻ ഏതൊരു പുതിയ കഥയല്ല പഴയ കഥയായാലും അത് വായിച്ചതിൻ്റെ സന്ദർഭം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കഥകളിക്ക് കൊട്ടാൻ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേജിലല്ല. ഒരു ദുര്യോധനായാലും ദുശാസനായാലും ധർമ്മോത്തരനായാലും കീചകനായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ വേഷം കെട്ടുന്ന നടൻ ആ കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം എളുപ്പമായി എന്ന് നിശ്ചയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കഥയുടെ സന്ദർഭം അനുസരിച്ച് നടൻ്റെ അഭിനയ ചാതുര്യം അനുസരിച്ചും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ വ്യക്തിക്ക് ഞാൻ വലിയ പ്രാധാന്യം അവിടെ കാണുന്നില്ല. ഇത് പറയുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യം, ഈ കഥകളിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഇപ്പം നളചരിതം, അതെ, ഈ ദേവാനി സ്വയംവര, മറ്റേ രുക്മാകൃതരിത്, ഇതുപോലെ ജനപ്രിയ കഥകളും, ഈ ചിട്ടപ്രധാന രാവണോത്ഭവം, തോരണ യുദ്ധം, നരകാസുരവധം, ഇതുപോലുള്ള കഥകൾ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ നടൻ്റെ പ്രവർത്തിക്കനുസരിച്ച് മേളം പ്രയോഗിച്ചാൽ മതി. മറ്റ് മേളപ്രയോഗത്തിനനുസരിച്ച് നടനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത അത് നമുക്കുണ്ടല്ലോ. അല്ല, അത് മറ്റ് കഥകളിലുണ്ട്. നരകാസുരവധത്തിലും മറ്റേ തോരണയുദ്ധത്തിലും രാവണോത്ഭവത്തിലും ഒക്കെ ഉണ്ട്. അപ്പം ഈ രണ്ട് കഥകളിലും കൊട്ടുമ്പോഴുള്ള രാധാകൃഷ്ണൻ്റെ അനുഭവം എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, സാറിനോട് പറഞ്ഞല്ലോ, ഈ മറ്റ് സാത്വികന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ, അപ്പോൾ അവർ അടിസ്ഥാനപരമായിട്ടുള്ള കഥാപാത്രം, അടിസ്ഥാനപരമായിട്ട് അവരെ കൈക്ക് കൂടിയാൽ മതി, മറ്റത് വരുമ്പോൾ ആ മേളത്തിൻ്റെ മേള പ്രാധാന്യമുള്ള ഏറ്റവും നല്ല കഥകൾ, ഇപ്പോൾ ഈ സാർ പറഞ്ഞ മാതിരി തോരണ യുദ്ധം അങ്ങനെയുള്ള കഥകളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു എനർജി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോഴും നമ്മൾ ആ നടന്മാരുടെ മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സും അവരും അറിയണമെങ്കിൽ ആ മേളം അവരെ ആ ആട്ടം ക്രമം അനുസരിച്ച് അവരെ ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത മേളക്കാർക്കാണ്. ഉണ്ട്, അതിൽ സംശയം ഒന്നും തന്നെയില്ല. അല്ല, ഇത് ഈ പരിചയമില്ലാത്ത മേളക്കാരൻ തോരണ യുദ്ധത്തിന് കൊട്ടി ഹനുമാൻ്റെ ആട്ടം തെറ്റിയത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പരിചയമില്ലാത്ത മേളക്കാരൻ ഹനുമാൻ്റെ ആട്ടം തെറ്റിയത് എനിക്കറിയാം. കാരണം അത് ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത മേളക്കാരനുണ്ട്. അത് അന്ന് ഞാൻ സംഘാടകരോട് പറയുകയും ചെയ്തു, ഇത്തരം കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആർക്കും മനസ്സിലായില്ല. ഇത്തരം കഥകൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഈ മേളക്കാർ വലിയ പ്രാധാന്യമാണ്. നടനെ ഇത് അടുത്ത ആട്ടം ഓർമ്മിപ്പിച്ചുള്ള മുൻകൂട്ടിയുള്ള കൊട്ട് അവരിൽ നിന്ന് കാരണം അത് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. അപ്പോൾ ഇത്തരം കഥകളിൽ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രത്യേക ഒരു എനർജി തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മാത്രമല്ല, ആ ക്രമത്തിൽ ആ ആട്ടങ്ങളും നടനേക്കാൾ കൂടുതൽ മേളക്കാരെ ഓർത്ത് വെച്ചേക്കണം. അത് കേട്ടുമ്പോഴത്തേക്ക് അത് കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ കലാമണ്ഡലത്തിൽ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ആട്ടം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാര്യം ഗുരുനാഥന്മാർ, ഇനി അവിടെ ചെണ്ടക്കാർ പ്രത്യേകിച്ച് ചെണ്ട പഠിക്കുന്ന എല്ലാ കുട്ടികളും കഥകളി ആട്ടം പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവരാട്ടം എഴുതിക്കൊണ്ട് പോകും. കളരിയിൽ ആട്ടം പറയിപ്പിക്കുന്ന സമ്പ്രദായം പൊതുവാളാശന്മാർ ചെയ്തിട്ടുണ്ട്. അച്ഛൻ പ്രവാസനായാലും കൃഷ്ണ പ്രവാസനായാലും കളരി ഇരുന്ന് ആട്ടം പറയും. ആശം കാണിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് കാണിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ മുന്നിലുള്ള കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ അവരുകളെ പോലെയൊക്കെ ആണെങ്കിൽ അവർ ആട്ടം കാണിക്കുകയും പാട്ട് പാടുകയും ഒരുപോലെ തന്നെ കൊട്ടുകയൊക്കെ ചെയ്യും. അത് അവരുടെ ഗുരു കൃപ കടാക്ഷം എന്ന് വേണം പറയാൻ, അവരുടെ കഠിനാധ്വാനവും. ഇപ്പം ഈ ചെണ്ടയിൽ ധാരാളം ലോകധർമ്മികൾ പ്രയോഗിച്ചിട്ടുള്ള ഒരാളാണ് കൃഷ്ണൻകുട്ടി കുതോളാശാൻ. കാരണം അദ്ദേഹത്തിന് ചെണ്ട മൊത്തത്തിലൊരു നാദോപകരണമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം ചെണ്ടയുടെ ആ വട്ടത്തിൽ മാത്രമല്ല, പല ശബ്ദങ്ങളും ചെണ്ടയുടെ കുറ്റിയിൽ, ചെണ്ടയുടെ വക്കിൽ ഒക്കെ ഇങ്ങനെ പ്രയോഗിക്കും. അപ്പോൾ ഈ നടന്മാരുടെ ലോകധർമ്മിയെ ഒരുപാട് കളിയാക്കുന്ന ആളാണ് കൃഷ്ണൻകുട്ടി കുതോളാശാൻ. പക്ഷേ അദ്ദേഹം കൊട്ടിൽ ധാരാളം ലോകധർമ്മികൾ ഇതുപോലെ പ്രയോഗിക്കാറുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ആ പാത തുടരാറുണ്ടോ?
തുടരാറുണ്ടായിരുന്നു, അത് നമുക്ക് കഴിയണ്ടേ? ആ ശരി. തുടരാറുണ്ടോ എന്ന് ചോദിച്ചാൽ തുടരണം എന്ന് ആഗ്രഹമൊക്കെ നോക്കണ്ടേ? ഉദാഹരണത്തിന് അതേ ഈ മറ്റേ ഇതിൻ്റെ ഈ മൃദംഗത്തിൻ്റെ ശ്രുതി കൂട്ടുന്ന നളം കാണിക്കുമ്പോൾ ചെണ്ടയുടെ കുറ്റിയിലാണ് ഇങ്ങനെ കോലിൻ്റെ മൂട് കൊണ്ട് തട്ടുന്നത്. അതുപോലെ നളയരുത്തത്തിലെ കാട്ടാളൻ കൊതുവിനെ ഇങ്ങനെ അടിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് ചെണ്ടയുടെ വക്കിലാണ് ഇങ്ങനെ തട്ടുന്നത്. കൊതുവിനെ അടിക്കുന്ന ഇത് കാണിക്കുമ്പോഴത്തേക്ക് അത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ചെണ്ട മൊത്തത്തിൽ ആശാനൊരു നാദോപകരണമാണ്. ആശാന്റെ പാത തന്നെയാണ് അന്ന് മുതലുള്ള നമ്മളെല്ലാവരും പിന്തുടരുന്നത്. ആശാൻ കാണിക്കുന്ന മാതിരി കാണിക്കണമെന്ന് ഈ മേളത്തിന് ആശാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ സൂക്ഷ്മാംശം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കുറവാണെന്ന് പറഞ്ഞാൽ ആശാൻ ഈ മേളത്തിനെ ജനകീയമാക്കാനുള്ള ഒരു ശ്രമം കൂടെ ഇതിലുണ്ട്. ആ ഭാഗത്ത് വരുന്നുണ്ട്. ചെണ്ട എന്ന വാദ്യോപകരണത്തെ ഇത്രയും ജനകീയമാക്കിയ മഹാനായ കലാകാരൻ കൃഷ്ണകുട്ടി തന്നെയാണ്. പക്ഷെ മന്നാടിയാരാശ ആ രീതിയിൽ പോകാറില്ല. കോലിന് ഘനത്തിലുള്ള കൊട്ട് അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനപരം എനിക്ക് പലപ്പോഴും മന്നാടിയാരാശാൻ്റെ കൊട്ടിനെ ഗംഗാരാശാൻ്റെ സംഗീതത്തോട് സാദൃശ്യപ്പെടുത്താനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. മന്നാടിയാരാശാൻ്റെ കൊട്ടിനെ ഗംഗാരാശാൻ്റെ സംഗീതത്തിനോട് താരതമ്യപ്പെടുത്താനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു എനർജിയുടെ പവർ. കാരണം കഥകളി ഊർജത്തിൻ്റെ കലയാണ്. കഥകളി എപ്പോഴും ഊർജത്തിൻ്റെ കലയാണ്. അപ്പോഴും ആ ഊർജം മേളത്തിലും സംഗീതത്തിലും അത് കൊണ്ടുവന്ന ഗംഗാരാശാനാണ്. അതിൻ്റെ ആ രീതിയിൽ അത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാധാകൃഷ്ണൻ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്ന കാലം കുറിച്ചാണ് പറഞ്ഞത്. കലാമണ്ഡലത്തിലായിരുന്ന കാലത്ത് രാധാകൃഷ്ണൻ്റെ അരങ്ങേറ്റം എന്നായിരുന്നു നടന്നത്. എവിടെ വെച്ചായിരുന്നു? കലാമണ്ഡലത്തിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ കൂത്തമ്പലത്തിൽ വെച്ചായിരുന്നു. കൂത്തമ്പലത്തിലായിരുന്നു. കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ വെച്ച് തന്നെയാണ് അരങ്ങേറ്റം നടന്നത്. അന്ന് പിന്നെ 2 പ്രാവശ്യം മാത്രമേ അരങ്ങേറ്റം ഉള്ളായിരുന്നു. അത് നവരാത്രി അങ്ങനെ തുടങ്ങി. അങ്ങനെ 2 ഒരിക്കൽ തെക്കൻ ചിട്ടേരെ അരങ്ങേറ്റം, അങ്ങനെ പിന്നെ അങ്ങനെ വടക്കൻ സമ്പ്രദായത്തിൻ്റെ അരങ്ങേറ്റം അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ എന്നോടൊപ്പം അരങ്ങേറ്റത്തിന് എൻ്റെ സഹവിദ്യാർത്ഥിയായിരുന്ന ഗുരുവായൂരുള്ളൊരു പരമേശ്വരൻ നമ്പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പരമേശ്വരൻ നമ്പൂരിയും ചെണ്ടയും, എനിക്ക് തോന്നുന്നു കുട്ടിനാരായണനായിരുന്നു എന്ന് ഒരാളെ എനിക്ക് ഓർമ്മ വരുന്നില്ല മദ്ദളത്തിന്. അങ്ങനെ നമ്മളെങ്ങനെ ആയിരുന്നു അരങ്ങേറ്റം. അന്ന് അരങ്ങേറ്റത്തിന് ഒരു ഉത്സവം, അതായത് ഉത്സവം എന്ന് പറഞ്ഞാൽ പോരാ, ഓണം പോലെയായിരുന്നു നമുക്ക്. അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലമല്ല. അന്ന് നമ്മുടെ ഗുരുനാഥന്മാരും എല്ലാവരും നമ്മുടെ കുടുംബവും ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭം. അന്ന് ഒന്നുമില്ലെങ്കിലും ദാരിദ്ര്യപ്പെട്ട് കഴിയുന്നവരാണെങ്കിലും കടം മേടിച്ചെങ്കിലും അത് എത്രയെങ്കിലും ഭംഗിയാക്കുക എന്നുള്ളതാണ് അന്ന് ആശന്മാർക്കെല്ലാം ദക്ഷിണ കൊടുത്ത് അവരിൽ നിന്ന് പിന്നെ അവരുടെ അനുഗ്രഹം മേടിച്ച് അരങ്ങേറ്റം നടത്തുന്ന സമ്പ്രദായമാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് കലാമണ്ഡലത്തിൽ വെച്ച് തന്നെയാണ് എൻ്റെ പൂജനീയരായ ഗുരുനാഥന്മാരെല്ലാവരും ഒരുമിച്ച് പങ്കെടുത്ത ഒരു പിന്നെ വേദിയായിരുന്നു എൻ്റെ അരങ്ങേറ്റം. അതിൽ പൊതുവാളാശൻ നിന്നുകൊണ്ട് തന്നെ മന്നാടിയേശനോട് ഇദ്ദേഹം എടുത്ത് കൊടുക്കണം ചെണ്ട എന്ന് പറഞ്ഞ് ചെണ്ടയും കോലും എനിക്ക് എടുത്തു തന്നത് ചന്ദ്രമന്നാടിയേരാശനാണ്. പൊതുവാളാശൻ നിന്നുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ഇദ്ദേഹം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ്. എന്താണ് ആശാൻ അങ്ങനെ തോന്നിയതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആശാനാണ് എനിക്ക് ചെണ്ട എടുത്ത് തരുന്നതും. അരങ്ങേറ്റം ഒക്കെ എനിക്ക് ഒരുവിധം ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റി. അന്ന് എൻ്റെ സഹവിദ്യാർത്ഥികളായിട്ടുണ്ടായിരുന്നത് ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലൊക്കെ നിൽക്കുന്ന കൃഷ്ണദാസ്, മട്ടന്നൂർ ഒരു രാമചന്ദ്രനുണ്ടായിരുന്നു. അദ്ദേഹവും ഞാനും ഒരു പരമേശ്വരൻ നമ്പൂരിയൊക്കെ ആയിരുന്നു. അപ്പോൾ രാമചന്ദ്രൻ മരണപ്പെട്ടു പോയി. ബാക്കി നമ്മളെല്ലാവരും ഇപ്പോഴും രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് നമ്മുടെ സീനിയർ വിദ്യാർത്ഥികളായിരുന്ന ആൾക്കാരാണ് കലാമണ്ഡലം വാരണാസി നാരായണൻ നമ്പൂരി, അതായത് മൂസേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ വിജയശേട്ടൻ, പുതുവാളാശൻ്റെ മകനായിട്ടുള്ള വിജയശേട്ടൻ. പിന്നെ ഒരു ഗോപൻ ഉണ്ടായിരുന്നു പുതുവാള. അദ്ദേഹം പിന്നെ ഇവിടുന്ന് ഇന്ത്യയിൽ ശ്രീമാൻ ഗോവൻ പൊതുവാളാണ് അദ്ദേഹം കൽക്കട്ടയിൽ ലെക്ചറായിട്ട് പോയി. പിന്നെ ഒരു രവീന്ദ്രൻ ഉണ്ടായിരുന്നു. പിന്നെ രവീന്ദ്രനെ കുറിച്ച് എനിക്ക് പിന്നെ കൂടുതൽ അറിവൊന്നും എനിക്കില്ല. പിന്നെ വയനാടുള്ളൊരു അരവിന്ദൻ, ആ അരവിന്ദനൊക്കെ ശിവദാസിൻ്റെ ബാച്ചായിരുന്നു. അപ്പോൾ അരവിന്ദൻ, ശിവദാസൻ, കുമാരൻ, അങ്ങനെ ഒരു നമ്പീശൻ, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയം, കലാമണ്ഡലത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ സാർ അരങ്ങേറ്റത്തിനെ കുറിച്ചാണ് ചോദിച്ചതെങ്കിലും അരങ്ങേറ്റത്തിന് എത്താൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള എൻ്റെ സീനിയർ വിദ്യാർത്ഥി എന്ന് പറയുന്നത് കലാമണ്ഡലം ശിവദാസനാണ്. കാര്യം അച്യുതപിള്ളാസൻ വിളിച്ചിട്ട് പറയും,
എടാ ഇവനെ ഇന്ന് കൊണ്ടുപോയി കൊട്ടിച്ചിട്ട് വരണം. അപ്പോൾ രാത്രി എന്നെ അന്നത്തെ പാഠം പഠിപ്പിക്കുന്ന കൊട്ടിച്ച് വീണ്ടും വീണ്ടും കൊട്ടിച്ച് അതിനെ പാകമാക്കുന്ന ചുമതല ശിവദാസനെയാണ് അന്ന് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ശിവദാസൻ തന്നെയാണ്. ആ ഒരു ബന്ധം നമ്മൾ പഠിച്ചിറങ്ങിയതിന് ശേഷവും അനവധി അരങ്ങുകളിൽ ഇരുവർക്കും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. കൃഷ്ണദാസ് രാധാകൃഷ്ണൻ്റെ ബാച്ചായിരുന്നു. അതെ അതേ ക്ലാസ്സിലായിരുന്നു. അതെ. ഇപ്പം ഈ ചെണ്ട പഠിച്ചതിലും ഒരു കലാജീവിതത്തെക്കുറിച്ച് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? എനിക്ക് ഏറ്റവും സന്തോഷവാനാണ് ഞാൻ ഈ കലാജീവിതത്തിൽ അത്യുന്നത പടവുകളിലൊന്നും എത്തിയിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനിപ്പോഴും ആ സാഗരത്തിലൊന്ന് ഇറങ്ങി നിന്ന് പാദം വരെ നനയുന്ന ഒരു പരുവത്തിലേ ആയിട്ടുള്ളൂ. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ സന്തോഷവാനാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഇടത്തേക്ക് കയറി ചെല്ലാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ഈ കഥകളി എന്ന് പറയുന്ന ഈ കല തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് സാറ് ചോദിച്ചതിന് മറുപടിയായിട്ട് പറയുകയാണെങ്കിൽ 85 ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയെങ്കിലും 86 എനിക്ക് ജോലി കിട്ടിയായിരുന്നു. ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എനിക്ക് ജോലി കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് ഞാൻ തുടർന്നു വന്നത്. അത്ര കഠിനമായിട്ടുള്ള അധ്വാനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കാര്യം പകൽ ജോലിക്ക് പോവുകയും രാത്രി കളിക്ക് പോവുകയും അന്ന് പുലരും വരെയാണ് കളി. ഇന്നാണ് ഇപ്പം ഈ അടുത്ത സമയത്താണ് ഒരു കഥയൊക്കെ വന്നത്. അപ്പോൾ എത്ര ഉറക്കമൊഴിഞ്ഞിട്ട് വന്നാലും ഞാൻ എൻ്റെ ജോലിയിൽ ഒരു അണുകട വ്യതിചലിച്ചിട്ടില്ല. അത് കാരണം മാസങ്ങളോളം ഉറങ്ങാതെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ചില ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത ഒരു സ്ഥാനമാണ് എനിക്ക് ഇന്ന് ഉണ്ടെങ്കിൽ ഉള്ളത്. അത് ഈ ഇപ്പോഴുള്ള ഈ ഒരു കഥ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് ഒരു കഥ വയ്ക്കുന്നതിനോട് അത് കണ്ടാൽ എനിക്കൊരു പൂർണ്ണത കിട്ടില്ല. എനിക്ക് കഥകളി കാണണമെങ്കിൽ അതിൻ്റെ കേളി തൊട്ട് മറ്റേ മേളപ്പദം ഇത് ഇങ്ങനെ വന്നിട്ട് പുലരുവോളമുള്ള കളിയെ ഞാൻ കണ്ട് ശീലിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റായിരിക്കും ചിലപ്പോൾ കണ്ട് ശീലിച്ചത് കൊണ്ടാണ് എനിക്ക്. എന്നാലും ഒരു കഥകളി കണ്ട് എന്ന ഒരു സംതൃപ്തിയോടുകൂടി വീട്ടിൽ വരണമെങ്കിൽ അത് അതിൻ്റെ എല്ലാ ചടങ്ങുകളോടും കൂടി പൂർണ്ണതയിൽ അത് പുലരുവോളം കണ്ടിട്ട് വന്നെങ്കിൽ മാത്രമേ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടൂ. അപ്പോൾ കലാകാരന്മാരെന്നുള്ള നിലയിൽ നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ്? അത് രണ്ട് തരത്തിൽ പറയാം സാറേ. രണ്ട് തരത്തിൽ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു കഥയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ്. അതാണ് അതിൻ്റെ സത്യം. കാര്യം ഇപ്പം പുലരുമര കഥകളി എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ ഇപ്പം ഇവിടുന്ന് തൃശ്ശൂരിന് അപ്പുറത്തു നിന്നുള്ള ഒരു കലാകാരനാണെങ്കിൽ അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കളിസ്ഥലത്ത് വന്ന് വേഷം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാവും തിരിച്ച് അവിടെ എത്താൻ. അത് ഒരു പ്രത്യേകത. ആസ്വാദകരുടെ എണ്ണത്തിലുള്ള കുറവ്. പണ്ട് കാലത്ത് കഥകളി അറിഞ്ഞ് സാറിനെ പോലെയുള്ളവർ കഥകളി കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇതെന്താണെന്ന് അറിയാൻ വരുന്നവരാണ് കൂടുതലും. ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒരു വേദിയൊന്നുമില്ല. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വരുന്ന ആസ്വാദകരാണ് ഭൂരിപക്ഷമുള്ളത്. അവർക്ക് സന്തോഷപ്രദമായിട്ട് കണ്ട് വീട്ടിൽ പോകണമെങ്കിൽ ഒരു കഥാ സമ്പ്രദായം കുറച്ചുകൂടെ നല്ലതാണ് എന്ന് എനിക്ക് പല വേദികളിൽ നിന്നുള്ള അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അത് കലാകാരൻ്റെ അതിനോടുള്ള അർപ്പണ മനോഭാവത്തിൻ്റെ കുറവാണ്. കാരണം ഇന്നുള്ള ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ പുതുവാളാശാനൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഒരിക്കൽ ഞാൻ പുതുവാളാശാൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ കവളപ്പാറയുള്ള അവിടെ വീട്ടിൽ ഞാനും ശ്രീമാറും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ചെന്നപ്പോൾ ആശാൻ ഞാൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യമാണ് ഇപ്പോൾ പിന്നെ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം പോവുകയാണെന്ന്. പുതുവാളാശാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ടും ഒക്കെ വരണം എങ്കിലേ ഞങ്ങൾ അവിടെ വരണതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ എന്ന് ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത് ഇതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അതൊരു വിഷുവിൻ്റെ തലേന്നായിരുന്നു. ഞാൻ ഈ മലബാർ ഏരിയയിലെ വിഷു ആഘോഷം ആദ്യം കാണുന്ന പുതുവാളാശാൻ്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ. കാരണം ഇവിടെ വിഷു അത്ര കേമല്ലല്ലോ, പടക്കം പൊട്ടിപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പം ഈ മലബാർ ഏരിയയിൽ വള്ളുവനാടൻ ഏരിയയിലുള്ള വിഷു ആഘോഷം ഞാൻ ആദ്യം കാണുന്നത്
വിഷുവിൻ്റെ തലേന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. അന്ന് ഞങ്ങളെ വിട്ടില്ല. അവിടെ ആദ്യം കാണുന്ന പുതുവാളാശാൻ്റെ വീട്ടിൽ വെച്ചാണ്. അന്നേരം ആദ്യത്തെ വാക്യം ഇതാണ്, വരണം നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും വരണം, എങ്കിലേ ഞങ്ങൾ അവിടെ വരണം, എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആശാൻ പറഞ്ഞതിന് ആശാന്റെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാണ്. ആശാൻ അനുഭവം കൊണ്ട് പഠിപ്പിക്കുന്ന അതുകൊണ്ടാണ് ആശാൻ. അല്ല, ആദ്യം പറഞ്ഞത് അപ്പോൾ രാധാകൃഷ്ണൻ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് ഒരാൾ രാവിലെ ഇവിടെ വരണം എന്ന് പറയുന്നതേ, അന്ന് ഇന്നത്തെ യാത്രാ സൗകര്യവും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അവിടുന്ന് കലാകാരന്മാർ ഇവിടെ വന്ന് അതിൽ പങ്കെടുത്തിട്ട് അവർ പുതുവാളാശാനെയൊക്കെ എനിക്കറിയാം. ഞങ്ങളാണ് കൊണ്ട് ഇന്ന് വണ്ടി കയറ്റി അയക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ 7-8 മണിയാവും. കളി കഴിഞ്ഞ് പോകുമ്പോൾ 7-8 മണിയാവും. ഞങ്ങളാണ് കൊണ്ട് ഇന്ന് വണ്ടി കയറ്റി. ഇപ്പം അത് മാത്രമല്ല, ഇപ്പോഴ് ഗതാഗത സൗകര്യം, ഈ പൊതുഗതാഗത സൗകര്യം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇപ്പം പല കഥകളി കലാകാരന്മാരൊക്കെ സ്വന്തമായിട്ട് വണ്ടിയുള്ളവരുമുണ്ട്, രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള. അല്ല, സാറ് പറഞ്ഞതിനകത്ത് ഒരു പോയിന്റിൽ ഞാൻ കടന്നു വരികയാണെങ്കിൽ, ഈ സൗകര്യം വർദ്ധിച്ചതാണ് ഇപ്പം ഇങ്ങനൊരു മൂല്യച്യുതി വരാൻ കാര്യം എന്നും കൂടി ഞാൻ പറയേണ്ടി വരും. അല്ല, അത് പണ്ടുള്ള കഥകളിൽ ഇപ്പം അതായത് ഒരു 79-80 കാലഘട്ടത്തിൽ ഈ എല്ലാ കലാകാരന്മാരും പിരിയുന്ന വെളുപ്പിനാണ്. അതെ, വെളുപ്പിനാണ് അത് കഴിഞ്ഞിട്ട്. കാരണം അവർ പിരിയുന്ന വെളുപ്പിനാണ്. ഇപ്പം ഒരാളിൻ്റെ പ്രവർത്തി കഴിഞ്ഞാൽ അയാൾ പിന്നെ അവിടെ 5 നോക്കിയാൽ കാണില്ല. അയാൾ മറുപടി സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ യാത്ര സൗകര്യം. കാരണം ഈ സൂപ്പർ ഫാസ്റ്റുകൾ വന്നപ്പോൾ കാര്യം ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, ഞാൻ ഈ പലരുടെയും ഇത് ചോദിച്ചാൽ, ഈ ചില ആൾക്കാരോട് ചോദിച്ചാൽ ഇന്നാരുടെ പ്രകടനത്തെ പറ്റിയ അഭിപ്രായം അത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പാട്ടുകാരൻ്റെ പൊന്നാനി പാട്ടിന് അയാളുടെ പൊന്നാനി പാട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്ന ഒത്തിരി പേര്. കാരണം ഇയാളെ കാര്യം കഴിഞ്ഞാൽ അയാൾ പോവുക, ഇത് കേൾക്കാൻ നിൽക്കത്തില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ചെന്നിത്തല ആശാൻ, മടവൂരാശാൻ ഒക്കെ വന്നിരുന്നിട്ട് ഈ അവരെ വേഷം കഴിഞ്ഞിട്ട് വന്നിരുന്ന് കഥകളി കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓയൂരാശാൻ ഇവരൊക്കെ ഈ അവരെ വേഷം തേച്ചിട്ട് അവരെ വേഗം കഴിഞ്ഞിട്ട് വന്നിരുന്ന ഈ കഥകളി കാണുന്നത്, മറ്റുള്ള കലാകാരന്മാരുടെ പ്രകടനം കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴേ അവരെ കൂടെ അരങ്ങത്ത് നിൽക്കുന്നവരെ അല്ലാതെ പ്രകടനം അവർ കണ്ടിട്ടില്ലാത്ത ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു അത് സൗകര്യം വർദ്ധിച്ചത് കാര്യം. അന്ന് ഒരു വാഹനം ഓടിത്തുടങ്ങണമെങ്കിൽ തന്നെ 6 മണി കഴിയും, അല്ലെങ്കിൽ 7 മണിയാവും. ഇന്നതല്ല, ഏത് സമയവും. അത് പ്രേക്ഷകരുടെ കാര്യത്തിലും രാധാകൃഷ്ണൻ പറഞ്ഞതിലുണ്ട്. കാരണം പണ്ട് നാവായിക്കുളത്ത് കഥകളി കാണാൻ അങ്ങ് പത്തനംതിട്ട കൊട്ടാരക്കര എന്നൊക്കെ ആൾക്കാർ വന്നാൽ അവരാ നിറഞ്ഞ സദസ്സ് പുലരുവോളം കാണുമായിരുന്നു. പക്ഷേ ഇന്നിപ്പം പ്രേക്ഷകർക്കും വാഹന സൗകര്യമുണ്ട്. അവർ വാഹനത്തിൽ വന്നിട്ട് ചില കഥകളിക്കൊക്കെ പോയാൽ അവിടെ കിടക്കുന്ന കാറുകളെ എണ്ണം കണ്ടാൽ നമുക്കൊന്നും ഭയങ്കര ജനനിബിഡമായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ 25 പേരെ കാണും. കാരണം 25 വണ്ടി ഇവിടെ ഉണ്ട്. ഓരോരുത്തരും ഓരോ കാറിൽ വന്നിരിക്കുകയാണ്. വണ്ടി ഇടാൻ സ്ഥലമില്ലാതെ നമ്മൾ നോക്കുമ്പോൾ പുറമേ നിന്നുകൊണ്ട് ആ റോഡ് നോക്കുമ്പോൾ നമുക്കൊന്നും അയ്യോ ഇത്രയും ആൾക്കാർ കാണുമോ എന്നും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ 25 പേരും കാണില്ല. കാരണം റോഡ് നിറച്ച് വണ്ടിയാണ് ആ രീതിക്ക്. അപ്പോൾ ഈ പ്രേക്ഷകരെ കുറവിനും ഈ സൗകര്യങ്ങളുടെ വർധനവുണ്ട്. ആ രീതിയുണ്ട്.